വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഈയിടെയായിട്ട് ധാരാളം ഓൺലൈൻ കൗൺസിലിംഗ് കോളുകൾ, HIV അനലൈസിങ് കോളുകൾ വരാറുണ്ട്. അപ്പം നിങ്ങളിൽ ഇതിലൊരു 90% ആളുകൾക്കും HIV ഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ, അതായത് ഭയമാണ്. അപ്പം ഈ HIV ഫോബിയ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലിയറായിട്ട് അനലൈസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സീറോ റിസ്കിലാണെന്ന് പറഞ്ഞാൽ പോലും നാളെ അവർ മറ്റൊരു സ്ഥലത്തുനിന്നൊരു യൂട്യൂബ് വീഡിയോ കാണുകയും അതിൽ നിന്നുള്ള സിംറ്റംസൊക്കെ സ്വന്തം ദേഹത്ത് നോക്കി, സർ എനിക്ക് ഈ സിംറ്റം കാണിച്ചു തുടങ്ങി, ഞാൻ HIV ആണോ എന്നുള്ള രീതിയിൽ വീണ്ടും ചോദിക്കുകയും ചെയ്യും. അപ്പം HIV ഫോബിയ ധാരാളം ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സോ HIV ഫോബിയ ഉള്ളവർ നമ്മളുടെ ഈ ഒരു സെല്ലിലേക്കല്ല വിളിക്കേണ്ടത്, നിങ്ങൾ അടുത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തേടുക തന്നെ വേണം. കാരണം അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ BPയും നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെയും ഒക്കെയാണ് ബാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഓൺലൈൻ കൂടെ അല്ല അത് ട്രീറ്റ് ചെയ്യേണ്ടത്, ഓഫ്ലൈനായിട്ട് ഡോക്ടറുടെ അടുക്ക പോയി തന്നെ ആൻസൈറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളിൽ ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് HIV ഫോബിയ മാത്രമാണോ ഉള്ളത് എന്നുള്ളത്, ഭയം മാത്രമാണോ. കാരണം HIV പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ വീഡിയോ വഴി ചെയ്യാറുണ്ട്. HIV കിസിലൂടെ പകരില്ല, അല്ലെങ്കിൽ ഓറലിലൂടെ പകരില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ട് സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇവരുള്ള സംശയമാണ് HIV തുപ്പലിലൂടെ പകരുമെന്ന് ആരോ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഓരോ ഡൗട്ടുകൾ പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക, നമ്മളുടെ വീഡിയോസ് ഒന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോബിയ ആണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഞാൻ പറയുന്ന രീതിയിലേക്ക് മാറുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളുടെ കോൾ സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾ 10,000-2,000 രൂപ കൊടുത്ത് ഇവിടെ പേ ചെയ്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഇതുപോലുള്ള നിസ്സാര സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമമാണ്. ഇത്രയും പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചോദിക്കുന്നത്? കാരണം അവർക്കത് ചൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ആശ്വാസമായിരിക്കും. പക്ഷേ നമ്മൾ ഇത് കോൾ അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഇതായോ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ, നമ്മൾ പലതവണ ആവർത്തിച്ച് വിശദമാക്കിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇത്രയും പണം മുടക്കുന്നതെന്നുള്ള ഒരു വിഷമം കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേസ്, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. HIV ട്രീറ്റ്മെൻറ്റിന് നൽകുന്ന ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കുന്ന മരുന്നിനെ പറ്റിയുള്ള ഒരു ചെറിയ അവലോകനമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ, ധാരാളം ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഈ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ മെഡിസിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ധാരാളം ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു മെഡിസിൻ നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന TLD എന്ന് പറയുന്ന മെഡിസിനാണ്. ഈ മെഡിസിൻ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുന്ന HIV പോസിറ്റീവായിട്ടുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ കൃത്യമായിട്ട് കാണേണ്ടതാണ്. കാരണം പലപ്പോഴും പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലും സർക്കാർ ഹോസ്പിറ്റലിലെ കൗൺസിലേഴ്സ് കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പാളിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവരും ഇത് പറയാറില്ല. നിങ്ങൾ ഈ മെഡിസിൻ കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ സമയം കഴിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്, വൺസ് നിങ്ങൾ ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. സോ ആ ഒരു കാര്യമാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള എല്ലാവരും ഈ മരുന്നിനെ പറ്റിയുള്ള മരുന്നിൻ്റെ ഉപയോഗം കൃത്യമായി കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TLD എന്ന് പറയുന്ന മരുന്നിനെ പറ്റിയാണ്. HIV മരുന്നുകളെല്ലാം തന്നെ 3 മരുന്നുകളുടെ കോമ്പിനേഷനാണ്. അതായത് ഒരു ഗുളികയ്ക്കകത്ത് 3 കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് HIV മരുന്നുകളെല്ലാം എന്നത് ഓർക്കുക. അപ്പോൾ നമ്മളുടെ ഈ TLD എന്ന് പറയുന്ന മെഡിസിനകത്ത് ടെനോഫോവർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ലാമുവിഡിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ടോളോട്ടോഗ്രാം എന്ന് പറയുന്നുണ്ട്, 300, 350 അങ്ങനെ 650 mg ആണ് ഈ ഒരു ഗുളിക. അപ്പോൾ കുറച്ച് നേരത്തെ തൊട്ട് HIV ഡ്രഗ് എടുക്കുന്ന ആളുകൾക്ക് അറിയാം, ഇതിന് മുമ്പ് TLE എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അതായത് എഫാവിറൻസ് എന്ന് പറയുന്ന ഒരു 600 mgയുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ 600, 300, 300 അങ്ങനെ 1200 mg ആണ് ഒരു പേഷ്യൻ്റ് കഴിച്ചിരുന്നത്. എന്നാൽ അത് നേരെ ഇപ്പോൾ കുറഞ്ഞ് 650 mg ആയി. ഇപ്പം ഞാൻ ഈ ഒരു മെഡിസിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ ഒരു മെഡിസിനാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊന്നും ഈ മെഡിസിൻ അല്ല. ഇത് കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാറുമുണ്ട്. പക്ഷേ ഇതിനേക്കാളും mg കുറഞ്ഞ, അതായത് 265 mg ഉള്ള മെഡിസിൻസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സീറോ സൈഡ് എഫക്ട്സ് ഡ്രഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്കൊക്കെ വരാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന TLD എന്ന് പറയുന്ന മെഡിസിനാണ്. അതുകൊണ്ടാണ് ഈ മെഡിസിനെ പറ്റി വിശദമായി പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ പല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഇരിക്കുന്ന കൗൺസിലേഴ്സ് പറയാവുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് പല പേഷ്യൻസും നമ്മളെ വിളിച്ച് ചോദിക്കുന്നു, അവരങ്ങനെ പറഞ്ഞു, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഇത് എല്ലാവരും അങ്ങനെ പറയുന്നു എന്നല്ല പറയുന്നത്. എന്നാലും വളരെ കുറച്ച് ആളുകൾ അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കഴിക്കുക, ഇത് കഴിക്കുന്നതിന് മുമ്പ് എണ്ണമയമുള്ളതോ ഓയിലായിട്ടുള്ളതോ ഫാറ്റായിട്ടുള്ളതോ വറുത്തോ പൊരിച്ചോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ. ഇങ്ങനെയുള്ള കുറേ അധികം തെറ്റിദ്ധാരണകളാണ് പലർക്കും കൊടുക്കാറുള്ളത്. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു മരുന്ന് TLD എന്ന് പറയുന്ന ഈ മെഡിസിൻ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് ശേഷമോ എപ്പോൾ വേണേലും ഈ മരുന്ന് കഴിക്കാം എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ഭക്ഷണവും ഗുളികയും തമ്മിൽ 1 മണിക്കൂർ ഗ്യാപ്പോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണേലും കഴിക്കാം. അല്ലാതെ രാത്രി ഒരു 10 മണി അല്ലെങ്കിൽ 9 മണി അങ്ങനെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റവും നല്ലത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസിന് കൊടുക്കുന്നത് രാവിലെ കഴിക്കാനായിട്ടാണ്. കാരണം രാവിലെ നമ്മളുടെ ശരീരത്തിൽ അതായത് വേറെ പ്ലെയിൻ സ്റ്റൊമക്കായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ ഒരു കോഫിയൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കുടിച്ചിട്ട് ഈ ഒരു മരുന്ന് രാവിലെ എടുക്കുകയാണെങ്കിൽ ബോഡി മാക്സിമം ആയിട്ട് ഈ മരുന്ന് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിനും, ഞങ്ങളുടെ പേഷ്യൻസിനോട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാവിലെ ഈ മരുന്ന് എടുക്കാൻ വേണ്ടിയാണ് പറയാറുള്ളത്. ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു 90% ആളുകളും ഒരു 40-45 ദിവസത്തിനുള്ളിൽ തന്നെ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്, അതായത് ശരീരത്തിൽ HIV വൈറസിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയും. അതാണ് ഈ ഒരു മെഡിസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഏതൊരു പേഷ്യൻറ്റും ഒരു 10-40 ദിവസം അല്ലെങ്കിൽ മാക്സിമം 45 ദിവസം കൊണ്ട് അൺഡിറ്റക്റ്റബിൾ ആകും എന്നുള്ളതാണ്. എന്താണ് അൺഡിറ്റക്റ്റബിൾ എന്നുള്ളത് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിലോട്ട് അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്ന വേറൊരാളിലേക്ക് അവരിൽ നിന്നും HIV വൈറസ് ട്രാൻസ്മിറ്റ് ആകുകയില്ല. ഇതാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്. ഈ ഒരു അവസ്ഥയിലേക്ക് വളരെ വേഗം തന്നെ എത്തിച്ചേരുന്നു എന്നതാണ് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നിങ്ങളുടെ CD4 സെൽ, അതായത് HIV വൈറസ് ആക്രമിക്കുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അളക്കുന്ന ഒരു മെഷറാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ CD4 സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ CD4 സെല്ലാണ് നമ്മുടെ HIV വൈറസ് നശിപ്പിക്കുന്നത്. അപ്പം ഈ വൈറസ് CD4 സെൽസിനെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, CD4 സെല്ല് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഉയർന്നു കഴിഞ്ഞാൽ അത് ഒരു പരിധിയിൽ കൂടുതൽ താഴാതെ നിർത്താനും ഈ മരുന്ന് സഹായിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയണ്ടേ. ഈ എല്ലാ HIV മരുന്നുകളും 24 മണിക്കൂറാണ് ആ ഒരു മരുന്നിൻ്റെ പവർ. അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു സമയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കൃത്യസമയം തന്നെ പാലിക്കണമെന്ന് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം രാത്രി 10 മണിക്ക് മരുന്നെടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, കൃത്യമായി പിറ്റേ ദിവസം ആ ഒരു 10 മണിക്ക് തന്നെ മരുന്നെടുക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ ഒന്ന് മാറിപ്പോയാൽ ഒരു മാക്സിമം 15 മിനിറ്റ് പുറകോട്ടോ മാക്സിമം 15 മിനിറ്റ് മുമ്പോട്ടോ, അതിനപ്പുറത്തേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ബോഡിക്ക് കൺഫ്യൂഷനാവും. കണ്ടമാനം ഇങ്ങനെ ഷഫ്ലിങ് വരുമ്പോഴത്തേക്കും അതും പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ഫോണിൽ അലാമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ മെഡിസിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു മരുന്ന് കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നു എന്നിരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലാവും. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഈ മരുന്നൊന്നും കഴിക്കുന്നില്ല, ഇനി മരുന്നൊന്നും വേണ്ട എന്ന് വിചാരിച്ച് മരുന്ന് സ്റ്റോപ്പ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് മരുന്ന് സ്റ്റോപ്പ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക എന്ന് വിചാരിച്ചാൽ, ഈ ഒരു നിങ്ങൾ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് ആയിരിക്കും ആ ഒരു സമയത്ത്. അതായത് നിങ്ങളുടെ ശരീരത്തിലെ HIV വൈറസ് നിങ്ങളുടെ ശരീരത്തിലെ
എല്ലുകൾക്കുള്ളിലെ മജ്ജയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻസിലോ ഒക്കെ പോയി ഒരു ഉറക്കം പോലെ അല്ലെങ്കിൽ ഒരു നിദ്രാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയ്ക്കാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്. ആ വൈറസിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ആ വൈറസ് അവിടെ നിന്ന് ഉണരുകയും നിങ്ങളുടെ RNA കോപ്പി ചെയ്യുകയും ആ വൈറസ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ മരുന്ന് ശരീരത്തിൽ പ്രവർത്തിക്കാതാവും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ മജ്ജയിൽ ഉറങ്ങിക്കിടക്കുന്ന HIV വൈറസ് ആക്റ്റീവ് ആവുകയും RNA കോപ്പി ചെയ്യും, അവർ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. പിന്നെ ഈ മരുന്ന് ശരീരത്തിൽ വർക്കാവാതിരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത ലെവൽ മെഡിസിനിലോട്ടൊക്കെ പോകും. അത് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മെഡിസിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കടമ്പകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ മെഡിസിൻ കഴിക്കാൻ ശ്രമിക്കാം. ഈ മെഡിസിൻ നമ്മളുടെ CD4 സെല്ലിനെ അതായത് ഇതിനു മുമ്പ് മെഡിസിൻ എടുത്തവർക്കറിയാം. ഇതിനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് TLE എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 1200 mg. ആ മെഡിസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ CD4 സെൽസിനെല്ലാം ഒരു കവറിങ് ഇട്ട് കൊടുക്കുകയായിരുന്നു. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ, ഒരു സാധനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇടുന്ന പോലെ തന്നെ ആ ഒരു മരുന്ന് എല്ലാ CD4 സെൽസിനും ഒരു കവറിങ് കൊടുക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അതൊരു 1200 mg ഹെവി മെഡിസിൻ ആയിരുന്നത്. പക്ഷേ ഇപ്പോൾ 650 mg വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു മെക്കാനിസം വളരെയേറെ മാറിയിരിക്കുന്നു. ഈ മെഡിസിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ HIV വൈറസ് അറ്റാക്ക് ചെയ്യുന്ന CD4 സെൽസിനെ HIV വൈറസ് നശിപ്പിച്ച ശേഷം അതൊരു പശയുടെ രൂപത്തിലാക്കുന്നു, ഒരു മ്യൂക്കസ് രൂപത്തിലാക്കുന്നു. ഈ മ്യൂക്കസ് മറ്റേ ഹെൽത്തി ആയിട്ടുള്ള സെല്ലിലോട്ട് പറ്റിപ്പിടിക്കുകയും ആ ഒരു പശയ്ക്കുള്ളിലൂടെയാണ് ഈ HIV വൈറസ് മറ്റ് ഹെൽത്തി ആയിട്ടുള്ള സെല്ലിലേക്ക് നുരഞ്ഞു കയറുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു മ്യൂക്കസിൻ്റെ, അതായത് ആ ഒരു പശ ഉണ്ടായാലേ HIV വൈറസിന് ഹെൽത്തി ആയിട്ടുള്ള സെല്ലിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മരുന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മ്യൂക്കസ് ഉണ്ടെങ്കിലേ ഉള്ളൂ വൈറസിന് മറ്റേ ഹെൽത്തി ആയിട്ടുള്ള സെല്ലിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഈ മരുന്ന് മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് വെറും 650 mg ഒതുങ്ങുന്നത്. മറ്റേത് 1200 mg 1800 mg ഒക്കെ മെഡിസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഈ മെഡിസിൻ വർക്ക് ചെയ്യുന്നത്. ഈ പൊതുവായിട്ടുള്ള ഈ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി നോക്കാം. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, HIV മെഡിസിൻ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഡിസിനാണ്. അത് മറ്റ് മരുന്നുകളിലേക്ക് പോകാതിരിക്കുക ഏറ്റവും നല്ലത് ഈ മെഡിസിൻ തന്നെ എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഡിസിനാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പം എല്ലാ മെഡിസിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം 0 സൈഡ് എഫക്ട്സ് ഡ്രഗൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ചെറുതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ കിട്ടും. അപ്പം ഇതിന് കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. ഇതിന് മുമ്പ് കഴിച്ചിരുന്ന മെഡിസിനൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉണ്ടായതായിട്ട് നമുക്കറിയാം. പക്ഷേ ഈ ഒരു മെഡിസിന് അങ്ങനത്തെയുള്ള യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് പ്ലസ് പോയിന്റ്. ഇനി കണ്ടുവരാറുള്ള ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ അൺവാണ്ടഡ് ഫാറ്റ് ഡിപ്പോസിറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ ചില തുടകളിൽ അല്ലെങ്കിൽ നമ്മളുടെ വയറിൻ്റെ അരക്കെട്ടുകളിൽ അല്ലെങ്കിൽ കൈയിലൊക്കെ ഫാറ്റ് ഇങ്ങനെ തൂങ്ങുന്നതായിട്ട് ചില പേഷ്യൻസിൽ കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു 80 കിലോ ഉണ്ടെന്ന് ഇരിക്കട്ടെ, മരുന്ന് കഴിക്കാൻ തുടങ്ങി 83 കിലോ ആയി, അതൊക്കെ തിരിച്ച് 80 കിലോയിലേക്ക് കുറയ്ക്കണം എന്ന് വിചാരിച്ച് ചിലവർക്ക് അത് സാധിക്കാതെ വരും. ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും, പക്ഷേ കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ചിലവർക്ക് നര ഉണ്ടാവാറുണ്ട്, അതായത് മുടി വേഗം നരയ്ക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ചില പേഷ്യൻസിലേ ഉള്ളൂ, എല്ലാവർക്കും മറ്റുമില്ല. അതുപോലെ തന്നെ ചിലവർക്കുള്ള ഒരു പ്രശ്നമാണ് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വല്ലാതെ കൂടുന്നതായിട്ട് പറയാറുണ്ട്. അത് വളരെ റെയറായിട്ടുള്ള ആളുകളിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അല്ലാതെ ഈ മരുന്ന് പൊതുവെ എല്ലാം കൊണ്ടും സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. യാതൊരു വിധത്തിലുള്ള പ്രോബ്ലമല്ല. ഈ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ കുറച്ച് കാലത്തേക്കുള്ളൂ, അതായത് ഒരു 2-3 മാസം കൊണ്ട് ഈ സൈഡ് എഫക്ട്സ് ഒക്കെ മാറുകയും ചെയ്യും. വണ്ണം കൂടുന്നത് അല്ലെങ്കിൽ വണ്ണം ഈ അൺവാണ്ടഡ് ഫാറ്റ് പോലുള്ള കാര്യങ്ങളല്ല, അല്ലാതെ മനം പുരട്ടൽ, ചിലവർക്ക് ഓക്കാനം, ഛർദീർ, ഇതൊക്കെ വരുന്നത് മരുന്ന് ആദ്യമായിട്ട് എടുത്തു തുടങ്ങുന്ന ഒരു 1-2 ആഴ്ചകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പം അവരെല്ലാം നോർമലാവും. നമ്മുടെ ശരീരം ഈ മരുന്നുമായിട്ട് പൂർണ്ണമായിട്ടും യോജിക്കുകയും ചെയ്യാറുണ്ട്.
മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പെപ്പിന് പകരമായിട്ട് ഈ മെഡിസിൻ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളൊരു എമർജൻസി സാഹചര്യത്തിൽ പെപ്പ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ ഒരു മെഡിസിൻ ആയിരിക്കും പല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലും അല്ലെങ്കിൽ നമ്മൾ പോലും ചില സമയത്ത് അയച്ചു കൊടുക്കാറുള്ളത് ഈ ഒരു മെഡിസിൻ ആയിരിക്കും. അതായത് പെപ്പ് 2 മെഡിസിൻ്റെ കോമ്പിനേഷനാണ്. ആ 2 മെഡിസിൻ ഇതിനകത്തുണ്ട്, ഒരു മെഡിസിൻ എക്സ്ട്രാ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇത് പെപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മെഡിസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുള്ളവർ ദയവായി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ വരാം. നന്ദി, നമസ്കാരം.